മതിയാ. ഇപ്പം പറയാൻ പോകുന്നത്, ഞാൻ നേരത്തെ എൻ്റെ പഴയ എപ്പിസോഡിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വ്യായാമം ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള കുറച്ച് അതായത് ജിമ്മിൽ പോകാത്തവർക്ക്, വീട്ടിൽ നിന്ന് വ്യായാമം ചെയ്യുന്നവർക്ക്, നടക്കാൻ പോകുന്നവർക്കും വേണ്ടിയുള്ള കുറച്ച് നമ്മളെ ജോയിൻറ്റുകൾക്കുള്ള എക്സസൈസാണ് ഞാനിപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത്. ജിമ്മിൽ പോകുന്നവർക്കും ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ എല്ലാവരും രാവിലെ ഇറങ്ങി അങ്ങ് നടക്കുന്നതാണ് പതിവ്. അതല്ല, കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ വ്യായാമത്തിലൊന്ന് അടുത്തറിയട്ടെ, അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചു തരുന്നത്. ആദ്യം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ ജോയിൻറ്റുകൾക്കുള്ള എക്സസൈസ് മാത്രമാണ്. ഞാനൊരു 3 നമ്പരെ ആണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിങ്ങളത് 10 നമ്പർ ചെയ്യണം. ഞാൻ 3 നമ്പർ ആണ്, സമയക്കുറവുള്ള സമയത്തിൻ്റെ ഇത് വെച്ച് നമുക്കങ്ങനെ പറയാൻ പറ്റുള്ളൂ. 3 നമ്പർ പറയും, നിങ്ങൾ അത് 10 നമ്പർ ചെയ്യുക, ഒരു സെറ്റ് ചെയ്യുക. ആദ്യം നമ്മൾ ചെന്നാൽ ഉടനെ എവിടെയും ജിമ്മിൽ പോകുന്നവരാവട്ടെ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് എക്സസൈസ് ചെയ്തിട്ട് നടക്കാൻ പോകുന്നവരാവട്ടെ, ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ എക്സസൈസ് ചെയ്യുന്നവരാവട്ടെ. വീട്ടിൽ നടക്കാൻ പോകുന്നവർ വെളിയിൽ എവിടെയെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇത്രയും എക്സസൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇറങ്ങാം. പിന്നെ ജിമ്മിൽ പോകുന്നവർ ചെന്നാലുടനെ ഇൻസ്ട്രക്ടർ പറഞ്ഞു തരുന്നെങ്കിൽ അത് ചെയ്യുക. അഥവാ നിങ്ങൾക്ക് അറിഞ്ഞുകൂടായെങ്കിൽ ഇതൊന്ന് കണ്ട് പഠിക്കുന്നത് ദോഷമൊന്നുമില്ല. അറിവ് എവിടെ നിന്ന് കിട്ടിയാൽ നല്ലതെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, കൈ പുറകിലോട്ട് കെട്ടുക. എന്നിട്ട് തല ഇങ്ങനെ കുനിച്ചിട്ട് ബ്രീത്ത് എടുക്കുക. അതായത് നമ്മൾ ഈ ബ്രീത്ത് എത്ര സ്പീഡിലാണോ എടുത്തോ അതിൻ്റെ എത്രയോയെങ്കിലും ഇരട്ടി വേണം തിരിച്ച് വിടാനായിട്ട്. നമ്മളിപ്പോൾ ഒന്ന് ഇതാക്കണം. അതെ, അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളുത്തെടുത്തു. എന്നിട്ട് 1 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് പതുക്കെ വിടുക. അങ്ങനെ വേണം ചെയ്യുക. അപ്പോൾ അത് 3 നമ്പറാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങളത് 10 നമ്പർ വെച്ച് ഒരു സെറ്റ് ചെയ്യുക. മനസ്സിലായല്ലോ? 3 നമ്പർ ഞാൻ കാണിക്കുന്നു, നിങ്ങൾ 10 നമ്പർ ചെയ്യുക. ബ്രീത്ത് അകത്തോട്ട് ഇളുത്തെടുത്തിട്ട് വളരെ സ്ലോവിൽ അതിൻ്റെ എത്രയെങ്കിലും ഇരട്ടിയിൽ തിരിച്ചു വിടണം. അങ്ങനെ 10 നമ്പർ. അത് കഴിഞ്ഞാണ് ഈ കൈ ഇങ്ങനെ വയ്ക്കുക. ഇതായി കൈ വെച്ചിട്ട് പുറകിലോട്ട് 10 നമ്പർ. അത് കഴിഞ്ഞിട്ട് മുന്നിലോട്ട് 10 നമ്പർ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ അറിഞ്ഞുകൂടാ, ഇതാണ് ചുറ്റി തന്നെ ചെയ്യണം. പുറകിലോട്ട് 10, മുന്നിലോട്ട് 10. മനസ്സിലായല്ലോ? ഇതാ ഇങ്ങനെയും കൂടി ഒന്ന് ഇടയ്ക്കൊന്ന് ചെയ്യുക. കഴിഞ്ഞു. ഇത് 10 നമ്പർ. അത് കഴിഞ്ഞ് കൈകൾ നേരെ കൊണ്ടുകൊടുക്കുക. വലത് കൈ വലത്തോട്ട്, കൈയുടെ കുഴ വലത്തോട്ട് 10 നമ്പർ, ഇടത്തോട്ട് 10. ചിലവർക്ക് ചിലപ്പോൾ 2 കൈ ഇങ്ങനെയൊക്കെ ആയിപ്പോൾ, അതുകൊണ്ട് അങ്ങനെ ഉള്ളവർ ഈ കൈയെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ ക്രമേണ ഈ കയ്യിലും ചെയ്യുക. അങ്ങനെ പിടിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. വലത്തോട്ട് 10, ഇടത്തോട്ട് 10. ഓക്കെ, അത് കഴിഞ്ഞ് ഇടുപ്പിൽ കൈ വയ്ക്കുക. കണ്ടല്ലോ, നമ്മുടെ കാലിൻ്റെ ഈ മുട്ട് വളയ്ക്കരുത്. കാലിൻ്റെ ഇതായതുകൊണ്ട് ഇങ്ങനെ വലത്തോട്ട് 10 നമ്പർ, ഒരു വൃത്തം വരയ്ക്കുന്ന പോലെ. വലത്തോട്ട് 10 നമ്പർ, ഇടത്തോട്ട് 10 നമ്പർ. ഈ കാലിങ്ങനെ മടങ്ങരുത്, കാല് നിവർന്നേനെ ചെയ്യണം. ഇടത്തോട്ട് 10. അതുപോലെ ഇടത് കൈ ചെയ്യുമ്പോൾ, കാലിൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വലത് കാലിൽ ചെയ്യുമ്പോൾ ഇടത് കാലിനും കൂടി അതുപോലെ ചെയ്യണം. 2 കാലിനും തുല്യമായിട്ട് നമ്മൾ ചെയ്യണം. വേണ്ട. അത് കഴിഞ്ഞ് ഇപ്പോൾ ജോയിൻ്റ് മനസ്സിലായി ഇങ്ങനെ മുകളിലോട്ട് വയ്ക്കാം. ഇത് ചെയ്യുക. അത് കഴിഞ്ഞ് കാലിൻ്റെ കുഴ ഇങ്ങനെ റൊട്ടേഷൻ വേണ്ട. ഇങ്ങനെ മതി. ഇങ്ങനത്തെ റൊട്ടേഷൻ പാടില്ല കേട്ടോ. ഇങ്ങനെ മതി. ഈ ആംഗിളിൽ അതുപോലെ 2 ആംഗിളിലും നമ്മൾ ചെയ്യണം. മനസ്സിലായല്ലോ? അത് കഴിഞ്ഞ് അതിന് നമ്മൾ പറയുന്നത് ഈ റൊട്ടേഷൻ, ഞാനത് പറഞ്ഞു തരാമെന്ന് വെച്ചാൽ പലവരും ഇങ്ങനെയൊക്കെ ചെയ്യണം. അങ്ങനെ ചെയ്യേണ്ട. ഒന്ന്, കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളെ ജോയിൻറ്റുകൾക്കുള്ള എക്സസൈസ്. പിന്നെ ഇനി വേറൊരു എക്സസൈസ് എന്ന് വെച്ചാൽ ലാസ്റ്റിൽ നിങ്ങളിത് ഇങ്ങനെ കാല് അല്പം ഒന്ന് വൈഡാക്കി, എല്ലാവരും ഇങ്ങനെ ചേർത്ത് സ്വപ്പം വൈഡാക്കിക്കുക. കാലിൻ്റെ മുട്ടൊരു അല്പം ബെൻഡാക്കി വയ്ക്കുക. ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കുക. ചെറിയ ബെൻഡ്. ഇതൊരു 10 നമ്പർ. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ എക്സസൈസ് ആദ്യം ചെയ്യേണ്ട ഒരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ജിമ്മിൽ മറ്റ്
വ്യായാമ മുറകൾ ചെയ്യുക. കുറച്ച് ഫ്രീ ഹാൻഡ് എക്സസൈസ് ഉണ്ട്. അടുത്ത എപ്പിസോഡിൽ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രീ ഹാൻഡ് എക്സസൈസ് ഉണ്ട്, കാർഡിയോ എക്സസൈസ്, സ്ട്രെച്ചിങ്. അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ഈ ആവശ്യം ഇത് നിങ്ങൾ എന്തായാലും ചെയ്യണം. ഇത് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇനി വീണ്ടും കാണാം.